സംസ്ഥാന ആസൂത്രണ ബോർഡ് പരീക്ഷാ മൂല്യനിർണ്ണയ വിവാദങ്ങൾക്കിടെ നിർണായകമായ PSC യോഗം ഇന്ന് നടക്കും. ചെയർമാന്റെ നടപടികളിൽ ഉന്നതതല വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കും. PSC പോലീസ് അന്വേഷണവും ആവശ്യപ്പെട്ടേക്കും. ആഭ്യന്തര വിജിലൻസ് SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള തീരുമാനവും അട്ടിമറിക്കപ്പെട്ടിരുന്നു. PSC-യിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഏറെ നിർണായകമാണ് അല്ലേ ഇന്നത്തെ PSC യോഗം? ഇന്നത്തെ യോഗം വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. കാരണം PSC നിയമനം അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം PSC ചേരുന്നത് എന്നുള്ളതാണ്. ഈ യോഗത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചെയർമാനെതിരെ ഉയരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസ് SP-യെ കൊണ്ട് തന്നെ ആഭ്യന്തര വിജിലൻസ് SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നൊരു ഉറപ്പ് കഴിഞ്ഞ യോഗത്തിൽ ചെയർമാൻ നൽകിയത്. പക്ഷേ അതിനുശേഷം ആ അന്വേഷണ ഉത്തരവ് തന്നെ ചെയർമാൻ തന്നെ അട്ടിമറിക്കുന്ന നിലയുണ്ടാവുകയായിരുന്നു. പരീക്ഷാ കൺട്രോളറെ, അതായത് ചെയർമാന്റെ പോലും താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അത് ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പാടെ മാറ്റുകയും ചെയ്യുന്ന ഒരു നിലയുണ്ടാവുകയും ചെയ്തു. എന്തായാലും ആ നിലയ്ക്കുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നത്. PSC ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ PSC ക്രൈംബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ മന്ത്രിസഭ തന്നെ ഈ വരുന്ന ദിവസം, അതായത് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള നിയമനം, അതിൽ ആ പരീക്ഷയിൽ 10 ഉത്തരങ്ങൾ പോലും കൃത്യമായ രീതിയിൽ പരിശോധിക്കാതെ നിയമനം നൽകുകയും ആ നൽകിയ മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതായിരുന്നു ഉണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത്. അതിനെ ശരിവെക്കുക, അല്ലെങ്കിൽ ആ ഒരു വിവാദം അത്തരത്തിലുള്ള കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം PSC ഒരു ഘട്ടത്തിൽ സമ്മതിക്കുന്ന പോലും നിലയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് KSU ഇന്നിപ്പോൾ അവിടേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അകത്തും പുറത്തുമൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് OJ ജനീഷ് യുവജനക്ഷേമകാര്യ മന്ത്രിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെയും മന്ത്രിസഭയ്ക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയായിരിക്കും എന്തായാലും ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഈ യോഗം തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വിജിലൻസ് SP-യെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചെയർമാൻ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വലിയ പ്രതിഷേധങ്ങളിലേക്കോ ഒച്ചപ്പാടിലേക്കോ പോകാതെ കാര്യങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചില അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവരിന്ന് ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യും. കാരണം നേരത്തെ ഇത്തരത്തിൽ ഈ അന്വേഷണമൊക്കെ തന്നെ പ്രഖ്യാപിച്ചു. അതിനുശേഷം വലിയ രീതിയിൽ ഇത്തരത്തിൽ അതിനെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പരീക്ഷാ കൺട്രോളറെ ഈ ദൗത്യം ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ ചെയർമാൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിനും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ ചുമതല അല്ലെങ്കിൽ ആ പദവി ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ആഭ്യന്തരമായി നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ആ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അത് പരിശോധിക്കുക എന്നത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ചുമതല. പക്ഷേ ഈ വിധത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മാത്രം വലിയൊരു ക്രമക്കേട് നടക്കുന്ന ഘട്ടത്തിൽ അതിന് ഏതെങ്കിലും തരത്തിൽ നിയമസാധുതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിയമ ഉപദേശം ഉൾപ്പെടെ തേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. എന്തായാലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിജിലൻസ് അന്വേഷണമോ IG തലത്തിലുള്ള അന്വേഷണമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന മാർച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകാനിരിക്കുന്നത്. മായ, ശരി, എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. PSC-യിലെ പരീക്ഷാ ക്രമക്കേടുകൾക്കൊക്കെ ഇടെ ഇന്നിപ്പോൾ നിർണായകമായ യോഗം ചേരാൻ പോവുകയാണ്.